നമ്മൾ CBSE 10ാം ക്ലാസ്സിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ആൻസർ റൈറ്റിംഗ് സീരീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ പൊളിറ്റിക്കൽ പാർട്ടീസിലെ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ എ നെസസറി കണ്ടീഷൻ ഫോർ എ ഡെമോക്രസി അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്: പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. ഇതിനെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതാണ് ചോദ്യം. അപ്പം ഇത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഒരു ഇൻട്രോ കൊടുക്കണം. പൊളിറ്റിക്കൽ പാർട്ടീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രോ കൊടുക്കണം. ഇൻട്രോ കൊടുത്തിട്ട് ഈ ഒരു 5 കാര്യങ്ങൾ, 5 ഞാൻ പറയത്തില്ല, നിങ്ങളൊരു 6-7 കാര്യങ്ങളെങ്കിലും പഠിച്ചുകൊണ്ട് പോകണം. പഠിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ ഒരു 5 പോയിൻറ്റ് കൃത്യമായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഇൻട്രോ കൊടുത്ത ശേഷം നിങ്ങൾ ആ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്തുകൊണ്ടാണ് ആവശ്യമുള്ളത് എന്നുള്ളതിൻ്റെ ആ പോയിൻറ്റ്സ് എഴുതണം. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രഷൻ ഓഫ് വിൽ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ താല്പര്യങ്ങളും ജനങ്ങളുടെ ഒപ്പീനിയനും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതുവഴിയാണ്, പൊളിറ്റിക്കൽ പാർട്ടി വഴിയാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ്. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടി കൂടിയേ തീരും. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന്. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അതേസമയം പൊളിറ്റിക്കൽ പാർട്ടി ഉള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് മൾട്ടി പാർട്ടി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അടുത്ത വരുന്നത് പോളിസി മേക്കിങ്. ഇപ്പോൾ ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പോളിസി മേക്കിങ്ങിലും വലിയൊരു പങ്കാണ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്. ഈ നമുക്കിപ്പോൾ ഒരു പ്രശ്നമൊക്കെ വരുന്നു, ഇപ്പോൾ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു പ്രശ്നമൊക്കെ വരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആരെയായിരിക്കും പോയി കാണുന്നത്? ആദ്യം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണും. പിന്നെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ MLA കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയ്ക്കും ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്കലും ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയും അത്യാവശ്യമുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ. ഇപ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. പ്രതിപക്ഷം ഉള്ളതുകൊണ്ടാണ് ഡെമോക്രസി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം പ്രതിപക്ഷം ഇല്ലയെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്ക് തോന്നിയതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങളെ ബാധിക്കും. പക്ഷേ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ബാഡ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് പ്രതിപക്ഷം അത് എതിർക്കും. എതിർത്ത് കഴിയുമ്പോഴാണ് അത് വീണ്ടും ഒന്ന് വിശകലനം ചെയ്യാനും അനലൈസ് ചെയ്യാനും പിന്നെ അതിൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ചാൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡെമോക്രസിയിൽ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു ഡെമോക്രസിയിൽ വേണ്ടതിൻ്റെ ആവശ്യകത. അപ്പം എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു കൺക്ലൂഷൻ ഇതിന് കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു മോഡൽ ആൻസർ എഴുതേണ്ടത്.